ചോറ് നൽകിയതിനു ശേഷമാണ് ഭക്ഷണം ഈ പന്തലിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണം അനുഗ്രഹിക്കുന്നതിനുള്ള പ്രാർത്ഥനയ്ക്ക് തുടക്കം കൊടുക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുള്ളവരാകരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യർക്കായി സകലതും സംവിധാനം ചെയ്യുകയും മരുഭൂമിയിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ച് ഇസ്രായേൽ ജനതയുടെ വിശപ്പ് ശമിപ്പിക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആകാശത്തിലെ പറവുകളെ തെറ്റിപ്പോറ്റുകയും വയലിലെ പുല്ലിനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനന്ത കാരുണ്യം നിരന്തരം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എല്ലാവർക്കും ആവർത്തി ചൊല്ലാനുള്ള സങ്കീർത്തന ഭാഗം. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിരിച്ച പുൽത്തകടികളിൽ അവിടെ തന്നെ മേയിക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കും. അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എൻ്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജനസ്ഥലത്തേക്ക് പോയി.
ഇതറിഞ്ഞ് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് അപ്പം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കൂട്ടം നിറയെ അവർ ശേഖരിച്ചു. വിശക്കുന്നവരെ സൽവിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ തെറ്റി തൃപ്തരാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ പ്രിയ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. അങ്ങയുടെ മഹത്വത്തിനും വിശ്വാസികളുടെ സുസ്ഥിതിക്കുമായി ഒരുക്കിയിരിക്കുന്ന ഈ നേർച്ച ഭക്ഷണം ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ കാരുണ്യത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ജീവിക്കട്ടെ. അവസാനം അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിനാണ് അണയുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഭക്ഷണം വെഞ്ചരിക്കുന്നു. ശ്രദ്ധിക്കുക. ഒരു സഹായം ചെയ്യുക. നമ്മുടെ ഈ കുറച്ചധികം കസേര നമ്മുടെ ഈ ബഫേ കൗണ്ടറിലേക്ക് ചെയ്യുക. കസേര നമ്മുടെ പന്തലിൽ തന്നെ ഇരിപ്പുണ്ട്. യുവജനങ്ങളെ കസേര എടുക്കാനൊന്ന് സഹായിക്കുക. വളണ്ടിയേഴ്സ്